ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. ഇന്ന് പപ്പ ചെടിയിൽ കാട് പറിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിലൊരു പെട്ടതാണ് ഈ ഒരു സാധനം. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് മഷിത്തണ്ട്. ഇതിൻ്റെ ഒക്കെ ഞാൻ നേരത്തെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴേ ഞാൻ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ വിചാരിച്ചത് കുറേ നാളല്ല വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഇടണ്ടേ, എന്നാൽ പിന്നെ ഇത് തന്നെ ഇടാമെന്ന്. അപ്പം ഞാൻ ഇതിൻ്റെ ഇലയൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഇലയൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ഒരു ഇലയാണ്, മഷിത്തണ്ടിൻ്റെ ഇല. അപ്പം ഇതൊക്കെ ഞങ്ങൾ പണ്ടൊരു സ്ലേറ്റില്ലേ നമ്മുടെ ഉപയോഗിക്കുന്നത്, അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സാധനമാണ്. അപ്പം ഇത് തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി പണ്ട് ഈ ടോയ്ലറ്റിൻ്റെ ഒക്കെ പോകുന്ന വഴിക്ക് ഉണ്ടാവുമായിരുന്നു. ഈ LKG UKG പഠിക്കുന്ന സമയത്ത് ടോയ്ലറ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് വഴിക്കൊക്കെ ഇത് കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോയിട്ട് പറക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിയ തോന്നി. പിന്നെ ഇത് കുറേ നാളായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ ഒന്നും കാണുന്നത് കുറവാണ്. അപ്പം പിന്നെ ഞാൻ ഇതാണ് മഷിത്തണ്ട്. കുറച്ചും കൂടി നല്ല വ്യക്തമായിട്ട് കാണിച്ചത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതെല്ലാം ഞാനൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇതുപോലത്തെ ഒരു ഇങ്ങനെ മണിമണി പോലെ വരുന്ന സംഭവമുണ്ട്. ഇത് വേണമെങ്കിൽ കളയാം, നിർബന്ധമൊന്നുമില്ല. നമ്മളവിടെ ഇരിക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ സ്ലേറ്റ് എടുത്തിട്ടുണ്ട്. സ്ലേറ്റിൽ ഞാൻ വാട്ടർ എന്നാണ് എഴുതിയത്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ എന്താ തിരിയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് മഷിത്തണ്ട് എന്നാണ് എഴുതിയത്. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഷ്ടമുഷ്ടി എഴുതിയതാണ്. അപ്പോൾ നമുക്കിവിടെ വെള്ളം വെച്ചിട്ടും ഇവിടെ നമുക്ക് മഷിത്തണ്ട് വെച്ചിട്ടൊന്ന് മായ്ച്ച് വെക്കാം. അപ്പം വെള്ളം വെച്ചിട്ട് മായ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, സാധാരണ മായ്ക്കുന്ന പോലെ. ഇപ്പോൾ സ്ലേറ്റൊക്കെ സ്വാഭാവികമായിട്ടും വെള്ളം വെച്ചിട്ടാണല്ലോ മായ്ക്കാറ്. അപ്പോൾ നമുക്കതൊന്ന് മായ്ച്ച് നോക്കാം. പിന്നെ ഫസ്റ്റ് ഞാനൊരു തുണിയാണ് കേട്ടോ എടുത്തത്, ഒരു പഴയ തുണിയാണ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ ബിരിയാണി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടത്. നല്ല പ്യുവർ വാട്ടറാണ്, വേറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, പ്യുവർ വാട്ടറാണ്. ഇതിലേക്ക് നമുക്കൊന്ന് തുണി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുണി മുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് വരയ്ക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ASMR ഒന്ന് കേട്ടാലോ. ഫൈനലി നമ്മൾ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയാം കേട്ടോ. പിഴിയാന്നാണ് ഞങ്ങളിവിടെ പറയാറ്. അത് ഈ വെള്ളം ഇങ്ങനെ അങ്ങനെ തന്നെ, എന്തെങ്കിലും പറയുന്നത് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ പിഴിയാന്നാണ് കേട്ടോ പറയാറ്. പിന്നെ ഒരു നനയാത്ത ഭാഗം എടുക്കുക കേട്ടോ, ഒരു നനയാത്ത ഭാഗം, ഇത് തുടങ്ങിയ ഭാഗം എടുക്കുക. എന്നിട്ട് വീണ്ടും വെള്ളം വെച്ചിട്ടുള്ള ഭാഗമാണ് വെള്ളത്തിൽ നമ്മളാക്കിയത്. അപ്പം നമുക്കിതൊന്ന് തുടച്ച് നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു ASMR കൂടി കേൾക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഫൈനലി ഇവിടെ നല്ല ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തുള്ള ഭാഗമാണ്, ഇതാണ് മഷിത്തണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്, അത് എനിക്കറിയത്തില്ല. പിന്നെ നല്ല കൊതുകുണ്ട് കേട്ടോ. ഞാൻ വരാന്തയിലാണ് ഇരിക്കുന്നത്, നല്ല കൊതുകുണ്ട്. ഇതാണ് എൻ്റെ തോട്ടം, ഗാർഡൻ. അപ്പം പെട്ടെന്ന് ഇരുട്ടായല്ലേ, സോ ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്കിതൊന്ന് മഷിത്തണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മഷിത്തണ്ട് എടുക്കാം. ആദ്യം സ്ലേറ്റ് അങ്ങോട്ട് പോട്ടെ. മഷിത്തണ്ട് എടുക്കാം. മഷിത്തണ്ട് ഇങ്ങനെയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതിൻ്റെ ഇവിടം വെച്ചിട്ട് നൈസായിട്ട് ഒടിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് ഇത്രയും ഒരു പീസ് കിട്ടും. ഇത് വേണമെങ്കിൽ വെക്കാം, ബട്ട് ഞാൻ വെക്കുന്നില്ല. ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ വെക്കുന്നുണ്ട്. നമുക്ക് ഈ മഷിത്തണ്ട് എന്നുള്ളതൊന്ന് മായ്ച്ച് കളയാം കേട്ടോ. കുറച്ച് വെള്ളത്തുള്ളികൾ വീണിട്ടുണ്ട് കേട്ടോ, അതെൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വെച്ചിട്ട് ഏതെങ്കിലും ഒരു തുമ്പ് വെച്ചിട്ട് വെച്ചാൽ മതി. നമുക്കിവിടെ ഇങ്ങനെ വയ്ക്കാം. ഇതിന് പ്രത്യേക സൗണ്ടൊന്നും കേൾക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
കണ്ടു ഉണ്ടല്ലേ. ഇതാ നമ്മൾ തൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് തൂത്തെത്തിക്കാം. അമ്മച്ചി പണിയെടുക്കുന്നതാണ് ഗൈസ്. അപ്പം തുടച്ച് കഴിയുമ്പോൾ ആ ഒരു ചോക്ക് ഒരു പർപ്പിൾ കളർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കളർ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ നനയാത്ത ഭാഗം ഇതൊക്കെ കുറച്ചിങ്ങനെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു നനയാത്ത ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടേക്ക് നമുക്കിങ്ങനെ തുടയ്ക്കാം. കൊതുകിനെ പൊട്ടിക്കുന്നു. നമുക്കിതാ ഇവിടേക്ക് ഇങ്ങനെ തുടയ്ക്കാം. ഇതാ കൊതുകാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ മഷിത്തണ്ട് വെച്ച് വെച്ചത്. ഇവിടെ മഷിത്തണ്ട് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെയും കൂടി ഒന്ന് കൊടുക്കാം. ഓക്കെ, നൈസായിട്ട് ഇവിടെയും കൂടി ഒന്ന് ആക്കി കൊടുക്കാം. ഇവിടെ കുറച്ചു ഇവിടെ നിന്ന് അടച്ചു. അപ്പം ഏതാണ് കുറച്ചും കൂടെ അതെന്ന് പറയാം. ഇത് വാട്ടറാണ്, ഇത് നമ്മുടെ മഷിത്തണ്ടാണ്. മഷിത്തണ്ട് വെച്ച് മായ്ച്ചത്, വെള്ളം വെച്ച് മായ്ച്ചത്. ഇനി നമുക്ക് ഏരിയയും കൂടെ നോക്കണ്ടേ. ഞാനിവിടെ ചോക്കാണ് എടുക്കുന്നത്. ഇത് ഡസ്റ്റ്ലെസ്സിൻ്റെ ചോക്കാണ് കേട്ടോ. അതിൻ്റെ സ്ലേറ്റ് എന്ന് പറയുന്നത് രാജ എന്ന് പറഞ്ഞ സ്ലേറ്റാണ് കേട്ടോ. ഡസ്റ്റ്ലെസ്സിൻ്റെ ചോക്ക് സാധാരണ കിട്ടുന്ന ചോക്ക്. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ നേരത്തെ പർപ്പിളല്ല എടുത്തത്, ഗ്രീൻ എടുക്കാം. ഗ്രീൻ കളറില്ലേ അതെ. ഫസ്റ്റ് വാട്ടറുള്ള സ്ഥലത്ത് എന്തെഴുതും? ഓക്കെ, എനിക്ക് ചോക്ക് വെച്ച് അങ്ങനെ ഒരു എഴുതി ശീലമില്ലാത്തതുകൊണ്ട് ഇതെന്താ വയ്ക്കുക. ലാൻഡ് ഡ്രീംസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേറെ എന്തെങ്കിലാണ് തിരിയുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇനി നമുക്ക് മഷിത്തണ്ട് വെച്ച് മായ്ച്ചത് നോക്കാം. ഇവിടെയും നമുക്ക് കൊണ്ട് തന്നെ എഴുതാം. എനിക്ക് വേണ്ട, എൻ്റെ പേര് എഴുതി കാണിക്കാം. പേരെഴുതാം. പിന്നെ നമുക്ക് വേറെ കൂടെ എഴുതാം. എന്തെങ്കിലും തരുന്നുണ്ടോ ഗൈസ്? എൻ്റെ കൈശ്വരം കൊണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ ആവും. ഇതല്ല എൻ്റെ കൈശ്വരം. എൻ്റെ കൈശ്വരം വെളിപ്പെടുത്തുന്ന വേറൊരു ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചോക്കൊക്കെ എൻ്റെ കയ്യിൽ പറ്റുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ എനിക്ക് തുമ്മലൊക്കെ വരും. സോ ഞാൻ നമ്മുടെ വെള്ളം ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകുന്നുണ്ട്. കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ലേറ്റിൻ്റെ ഒരിത്. നമുക്ക് വീണ്ടും ഇങ്ങനെ മായ്ക്കാം. തുണിയിൽ അല്ലാതെ ഇങ്ങനെ മായ്ച്ച് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. ക്ലിയർ ആയിട്ടൊന്നും പോകാൻ ചാൻസ് ഇല്ല. ഇതുപോലെയാണ് ഇരിക്കാറ്. ഇനി ആ സ്ലേറ്റ് പെൻസിൽ ഉപയോഗിച്ച് വരച്ചാലും ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കുന്നുണ്ട്. ഇത് മാത്രമാണ് കേട്ടോ ഇവിടെ പോയത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് നനഞ്ഞ ഭാഗമാണ്, നമുക്ക് നനച്ചിട്ടും കൂടി നോക്കാം. നനയ്ക്കുമ്പോൾ കാണുന്ന ആ ഒരു മിനുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്ലേറ്റ് നല്ല വൃത്തിക്കെടുത്ത് വെക്കാം. നമ്മൾ സ്ലേറ്റ് നല്ല വൃത്തിക്കെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതും കൂടി തേച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. എളുപ്പപ്പണി വാട്ടർ വെച്ചിട്ട് തന്നെയാണ്. മഷിത്തണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അരയ്ക്കണം. ബട്ട് വൃത്തി വരുന്നത് മഷിത്തണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പം
സ്ലേറ്റിൻ്റെയും കഥ കഴിഞ്ഞു, മഷിത്തണ്ടിൻ്റെയും കഥ കഴിഞ്ഞു. ഇപ്പം ഞാൻ ജനിച്ചത് 2014 കേട്ടോ. അപ്പം ഒരു 2019 സ്കൂളിൽ പോയവർക്ക് ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ ആയിരിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ നല്ലതാവട്ടെ. ടാറ്റാ.